ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജിയോയുടെ എയർ ഫൈബർ 5Gയുടെ ബൂസ്റ്റർ പ്ലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പ്ലാനുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ജിയോയുടെ ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിട്ടുന്നത് 1000 GB എന്ന ഡാറ്റ ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം കണ്ടൻറ്റ് യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ 4Kയിലൊക്കെ ധാരാളം വീഡിയോസ് 4K ടി വിയിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഈ 1000 GB ചിലപ്പം കുറഞ്ഞു വരാം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരുപാട് പേര് ഇതേപോലെ കണ്ടൻസുകൾ ധാരാളം കാണുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പം 1000 GB എന്താ പറയുക മുകളിൽ പോവുകയാണെങ്കിൽ അത്തരം യൂസേജിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി GB കൂടുതൽ എടുക്കാനുള്ള ഓപ്ഷൻസാണ് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെയാണ് ഡാറ്റ ബൂസ്റ്റർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ ഇപ്പം 1.5 GB ഡെയിലി ലിമിറ്റ് ഉണ്ട്. നമ്മൾക്ക് 1.5 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ബൂസ്റ്റർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 19 രൂപ 1 GB 2 GB ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഡെയിലി തന്നിട്ടുള്ള ലിമിറ്റ് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഹൈ സ്പീഡ് ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ ചെയ്യുന്ന റീചാർജുകളെ ഡാറ്റ ബൂസ്റ്റർ പാക്ക് എന്ന് പറയും. ഓക്കെ, അത്തരത്തിലുള്ള ഈ ബൂസ്റ്റർ പാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. സോ അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ ജിയോയുടെ ഫോണിൽ തന്നെ നമ്മളിപ്പോൾ ഒരു 6 GB എക്സ്ട്രാ എടുത്തു എന്ന് കരുതിക്കോട്ടെ. അത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ 1.5 GB മാത്രം പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് റീചാർജ് ചെയ്തിട്ട് ഒരു ഡാറ്റ ബൂസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 GBയുടെ പാക്കാണ് നമ്മൾ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം 1.5 GB കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റീചാർജ് ചെയ്തത്. നമുക്ക് 1 GBയുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1 GB ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര 5 GB ബാക്കിയുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം വേറെ യൂസേജ് ഒന്നും നടന്നിട്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ആദ്യം 1.5 GB ജിയോ തരുന്നുണ്ടല്ലോ. അപ്പം ഈ എങ്ങനെയാണ് യൂസേജ് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസത്തെ നോർമലായിട്ട് നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന 1.5 GB കഴിഞ്ഞതിന് ശേഷമുള്ള കഴിഞ്ഞ ശേഷമായി ഈ 6 GB അല്ലെങ്കിൽ ബാക്കി വന്ന 5 GB ഡാറ്റ യൂസ് ചെയ്യുള്ളൂ. അതിങ്ങനെ തുടർന്ന് പോകും. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ 6 GB ഡാറ്റ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 6 GB കുറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ജിയോ യൂസ് ചെയ്യുക, പിന്നെയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്ത ബൂസ്റ്റർ പാക്ക് ഉപയോഗിക്കുക. ഇനി നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ 6 GB റീചാർജ് ചെയ്തെന്ന് കരുതേ. അപ്പം നമ്മൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി 5 GB ബാക്കി ഉണ്ടായി. പിറ്റേ ദിവസം നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ 1.5 GB സാധാരണ ഫ്രീ തരുന്നത് യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും ഈ നമ്മുടെ പ്ലാൻ തീരുന്നത് വരെയും ഈ ബൂസ്റ്റർ പാക്കിൽ ബാക്കി വന്ന ആ ബാലൻസ് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നതാണ്. അത് അടുത്ത പ്ലാനിലേക്ക് കാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി എന്താ പറയുക ജിയോ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമ്മൾ എക്സ്ട്രാ റീചാർജ് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകില്ല. നേരെ മറിച്ച് നമ്മൾക്ക് ഒരു 100-200 GBയുടെ ഒരു ആവശ്യമുണ്ടായി, നമ്മൾ റീചാർജ് ചെയ്തു, ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ എക്സ്ട്രാ ചെയ്ത GB നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും നഷ്ടമല്ലേ വരുന്നത്. അപ്പം അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. ജിയോയുടെ എയർ ഫൈബറിൻ്റെ ബൂസ്റ്റർ പാക്ക് ഫസ്റ്റ് വരുന്നത് 401 രൂപയുടെ ബൂസ്റ്റർ പാക്കാണ്. അപ്പം 401 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് GST കൂടി കൂട്ടിയിട്ടാകുമ്പോഴേക്കും 473 രൂപ 18 പൈസയാവും. അപ്പോൾ 473 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാ ഒരു 1000 GB കൂടി ഈ ബേസിക് പ്ലാനിൽ കിട്ടും കേട്ടോ. അതായത് ഒരു മാസത്തേക്ക് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ 400 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ 4000 GB ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 473 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4000 GB കിട്ടും. ഇനി നിങ്ങൾക്ക് 1000 GBയുടെ ആവശ്യമില്ലെങ്കിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന റീചാർജാണ് 251 രൂപയുടെ റീചാർജ്. 251 രൂപ പ്ലസ് GST, അപ്പോൾ ഏകദേശം 296 രൂപയാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ്. അപ്പം 296 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 500 GB എക്സ്ട്രാ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് 259 രൂപയ്ക്ക് 500 GB ആണ്. ഇനി മൂന്നാമത്തെ ഓഫർ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞൊരു റീചാർജാണ് 101 രൂപ പ്ലസ് GST. അതായത് ഏകദേശം 119 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 100 GB കിട്ടും. അതായത് 1 GBക്ക് 1 രൂപ എന്ന നിരക്കിൽ. അപ്പോൾ 119 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എയർ ഫൈബർ 5Gയിൽ 100 GB നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നോർമലി ഇപ്പം പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. 473 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 1000 GB ഒരു മാസം നമ്മൾക്ക് വാലിഡിറ്റി സെയിം ആണ് കേട്ടോ. അതായത് നിങ്ങളെ വാലിഡിറ്റി ഇപ്പം നിങ്ങൾ അൺഒഫീഷ്യലായിട്ട് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഡാറ്റ ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് ഒരു ദിവസം ആണെങ്കിൽ 1000 GB ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ലിമിറ്റ് 129 GB ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു വ്യൂവർ കമൻറ്റ് ചെയ്തതാണ്, ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പകുതി മാസം ആകുമ്പോഴേക്കും 1000 GB തീർന്നു പോയി കഴിഞ്ഞാൽ ഈ 473 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാസത്തേക്ക് ഈ 100 GB നമുക്ക് കൂടി കിട്ടുന്നതാണ്. പിന്നെ ആ ഒരു മാസം കഴിയുമ്പോൾ ഈ പറയുന്ന വാലിഡിറ്റി പോകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു പക്ഷേ പോകില്ലായിരിക്കും, കാരണം അടുത്ത മാസത്തേക്കും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യായിരിക്കും. അത് നമ്മൾ കസ്റ്റമർ കെയർ ചോദിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതുപോലെ തന്നെ 259 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 500 GB കൂടി നമ്മൾക്ക് 296 രൂപ, 251 പ്ലസ് GST ആണ്. അപ്പോൾ 296 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 500 GB കിട്ടും. അതുപോലെ തന്നെ 119 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 100 GB എക്സ്ട്രാ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പ്ലാനുകൾ. അപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലിപ്പം ഞാൻ ഉപയോഗിക്കുന്ന കേരള വിഷൻ തന്നെയാണ്. അതിൽ ഏകദേശം 3000 GB നമുക്ക് കിട്ടുന്നത്. പക്ഷേ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു മാസത്തേക്ക് ഒരു 600 GB അടുത്ത് മാത്രമേ യൂസേജ് പോകും. വീട്ടിൽ 5 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 600 GB അടുക്കലൊക്കെ എനിക്ക് മാക്സിമം യൂസ് വരുന്നുള്ളൂ. മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. യൂട്യൂബിൽ കണ്ടൻറ്റുകൾ കാണാതേ ഉള്ളൂ. കുട്ടികളായാലും മുതിർന്നവരായാലും മാക്സിമം എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്, കേരള വിഷൻ നെറ്റ് തന്നെയാണ്. അതായത് ടാബിലായാലും ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും മൊബൈൽ ഫോണിലായാലും അതിന് ഉപയോഗിക്കും. TV ഇല്ല വീട്ടിൽ, അപ്പോൾ ഇതിലാണ് ആൾക്കാരും കണ്ടൻറ്റുകളൊക്കെ കാണുന്നത്. ഇത്രയും ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒരു 600 GB അടുത്ത മാക്സിമം യൂസേജ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ആ ബൂസ്റ്റർ പാക്കിനെ കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.